കൃഷ്ണ കാത്തോളിനെ. ആഹാ, എത്തിയോ എല്ലാരും? ഞാൻ കാത്തിരിക്കുകയായിരുന്നു രാവിലെ തൊട്ട്. എവിടെ അച്ഛനമ്മയൊക്കെ? അവരൊക്കെ അസോസിയേഷൻ ഓണത്തിന്റെ തിരക്കിലാ. അമ്മ തിരുവാതിര പ്രാക്ടീസിന് പോയി. അച്ഛൻ ഓണസദ്യക്ക് ഹെൽപ്പ് ചെയ്യാൻ പോയിരിക്കുക. അത് കൊള്ളാലോ. ഓണമായിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദാ, എല്ലാരും എടുത്ത് കഴിക്കണം കേട്ടോ. ചിപ്സൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമോ? നമ്മൾ ഏഷ്യൻ സ്പൈസിൽ നിന്ന് വാങ്ങും. അത് ശരി. അപ്പോ ഓണത്തിന് വേറെ എന്തൊക്കെയാ ചെയ്യാറുള്ളത്? ഞങ്ങൾ കേരള അസോസിയേഷനിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യും. ഓണത്തിന് സദ്യ ഉണ്ടാകും. ആൻഡ് ദർ ഈസ് തിരുവാതിര. പിന്നെ മാവേലി വരും. ആഹാ, അത് ശരി. ആരായി മാവേലി? ഇത്തവണ ദീപു അങ്കിളാണ് മാവേലി. കഴിഞ്ഞ വർഷം ജോർജ് അങ്കിളായിരുന്നു. അതല്ല, പുരാണത്തിലെ മാവേലി ആരായിരുന്നെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഐ നോ, ഹീസ് എ കിങ്. ഓലക്കുടയും കിരീടവും പിന്നെ വലിയ കൊടവയറും ഒക്കെയുള്ള. Hey, you cannot body shame our king like that. മുത്തശ്ശി, ഈ മാവേലി എന്തിനാ ഓണത്തിന് വരുന്നത്? ഓ, അതൊരു കഥയാണ്. പണ്ട് ത്രേതായുഗത്തിൽ കേരളം ഭരിച്ചിരുന്ന അസുര ചക്രവർത്തിയായ മഹാബലിയുടെ കഥ. പ്രജകളുടെ ക്ഷേമത്തിനും ധർമ്മപരിപാലനത്തിനുമായി ജീവിതം തന്നെ മാറ്റിവെച്ച നീതിമാനായ ഭരണാധികാരിയായിരുന്നു മഹാബലി. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ രാജ്യം മുഴുവൻ സന്തോഷത്തിലും ഐശ്വര്യത്തിലും കഴിഞ്ഞിരുന്നു. കള്ളവും വഞ്ചനയും ദാരിദ്ര്യവുമില്ലാത്ത ആ സദ്ഭരണം അദ്ദേഹത്തിന്റെ യശസ് വാനോളം ഉയർത്തി. എന്നാൽ മഹാബലിയുടെ വർദ്ധിച്ചു വരുന്ന പ്രശസ്തി ദേവന്മാരിൽ ആശങ്കയുണ്ടാക്കി. മഹാബലിയുടെ പുത്രനായ ബാണാസുരന്റെ ആഗ്രഹപ്രകാരം ഗുരുവായ ശുക്രാചാര്യരുടെ നിർദ്ദേശത്തിൽ മഹാബലി ഇന്ദ്രപദവിക്കായി 12 വർഷം നീണ്ട ഒരു മഹായാഗം ആരംഭിച്ചു. യാഗം പൂർത്തിയായാൽ തങ്ങൾ പരാജയപ്പെട്ട് ദേവലോകം പോലും മഹാബലിയുടെ ഭരണത്തിന് കീഴിലാകുമോ എന്ന് ദേവേന്ദ്രനും മറ്റു ദേവന്മാരും ഭയപ്പെട്ടു. മറ്റു മാർഗങ്ങളില്ലാതെ അവർ മഹാവിഷ്ണുവിൽ അഭയം പ്രാപിച്ചു. എന്നാൽ തന്റെ 5ാമത്തെ അവതാരം പിറവിയെടുക്കാൻ സമയമായി എന്നും അതിലൂടെ ഇതിനു പരിഹാരമാകുമെന്നും മഹാവിഷ്ണു ദേവേന്ദ്രനെ സമാധാനിപ്പിച്ചു. യാഗം അവസാനിക്കുന്ന ദിവസം മഹാവിഷ്ണു വാമനൻ എന്ന ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ മഹാബലിയുടെ യാഗശാലയിലെത്തി. ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. സ്വാഗതം കുമാര. അങ്ങയുടെ സാന്നിധ്യം ഈ പുണ്യയാഗത്തിന് ഒരു അനുഗ്രഹമാണ്. ദക്ഷിണയും ദാനങ്ങളും നൽകേണ്ട ഈ ദിവസം അങ്ങേക്ക് ഞാൻ എന്താണ് നൽകേണ്ടത്? എൻ്റെ അച്ഛൻ ദരിദ്രനായ ഒരു മഹർഷിയാണ്. എൻ്റെ ഗുരുവിന് ദക്ഷിണ നൽകാൻ പോലും അദ്ദേഹത്തിന് കഴിവില്ല. അങ്ങ് എനിക്ക് 3 അടി മണ്ണ് ദാനമായി തന്നാൽ ഞാൻ ധന്യനായി. അരുത് മഹാബലി, ഈ 3 അടി മണ്ണിന് അർത്ഥം വലുതാണ്. മഹായാഗ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ദാനാർമ്മങ്ങളും ചെയ്യരുത്. മഹർഷേ, മഹായാഗങ്ങളെക്കാളും മഹത്താണ് ദാനകർമ്മങ്ങൾ എന്ന് അങ്ങ് തന്നെയല്ലേ ഉപദേശിച്ചിട്ടുള്ളത്? ഞാൻ വാക്ക് കൊടുത്തു പോയി. കുമാര, ഇത് മഹാബലിയുടെ വാക്കാണ്. ഈ രാജ്യത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ആവശ്യമുള്ള ഭൂമി അളന്നെടുത്തുകൊള്ളൂ. വാമനൻ ആകാശം മുട്ടെ വളർന്ന് 1ാമത്തെ ചുവടിൽ ഭൂമിയും 2ാമത്തെ ചുവടിൽ ആകാശവും വളർന്നെടുത്തു. തന്റെ മുന്നിൽ വാമനന്റെ രൂപത്തിൽ നിൽക്കുന്ന ബ്രാഹ്മണകുമാരൻ മറ്റാരുമല്ല, സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന് മഹാബലി തിരിച്ചറിഞ്ഞു. ഭഗവാനെ,
അടിയന്റെ ജീവിതം ധന്യമായി. വാക്കു തന്ന 3-ാമത്തെ അടി മണ്ണ് നൽകാൻ അടിയന് നിവർത്തിയില്ല. ആ തൃപാദം കൊണ്ടുള്ള 3-ാമത്തെ ചുവട് അടിയന്റെ ശിരസിലാകട്ടെ. പ്രഭോ, എൻ്റെ ജീവിതം എന്നും നമ്മുടെ പ്രജകളുടെ സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടിയായിരുന്നു. വർഷത്തിലൊരിക്കൽ തിരുവോണനാളിൽ അവരെ കാണാൻ അങ്ങ് എനിക്ക് അനുമതി നൽകണം. തഥാസ്തു. അതാണ് ഓണത്തിന്റെ ഐതിഹ്യം. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സമത്വത്തിന്റെയും ആ നല്ല നാളുകളുടെ ഓർമ്മപ്പെടുത്തലാണത്. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ ഓണം ആഘോഷിക്കാൻ നമ്മൾ ഒരുക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? ചിങ്ങമാസത്തിലെ 10 ദിവസത്തെ ആഘോഷമാണ് ഓണം. അത്തം മുതൽ തുടങ്ങി 10 ദിവസവും വീടിന് മുന്നിൽ കുട്ടികൾ അത്തപ്പൂവിടും. വീട്ടിലുള്ള എല്ലാവർക്കും ഓണത്തിനൊടുക്കാൻ ഓണക്കോടിയെടുക്കും. തൂശനിലയിൽ പലതരം പായസം കൂട്ടി തിരുവോണത്തിനുള്ള സദ്യയാണ് ഏറ്റവും കേമം. ഇപ്പം മനസ്സിലായോ മലയാളികൾക്ക് എത്ര പ്രിയപ്പെട്ടതാണ് ഓണമെന്ന്? പക്ഷേ ഞങ്ങൾ ആരും വീട്ടിലെ പൂക്കളം ഇടാറില്ലല്ലോ. ഞാൻ പൂക്കളം കണ്ടിട്ടുള്ളത് അസോസിയേഷനിൽ മാത്രമാണ്. ആൻഡ് വി നെവർ ഗെറ്റ് ഓണക്കോടി. നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എനിക്കും കിട്ടിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഓണക്കോടി? കണ്ടില്ലേ മുത്തശ്ശി, നമുക്കിവിടെ USA ഓണക്കോടി കിട്ടാറേ ഇല്ല. ഇവിടെ 10 ദിവസമൊന്നും ഇല്ല മുത്തശ്ശി. ആകെ ഉള്ളത് ഒരു ദിവസത്തെ ആഘോഷമാ. അതും ഒരു റാൻഡം സാറ്റർഡേ ഇൻ ഓഗസ്റ്റ് or സെപ്റ്റംബർ. അപ്പൊ മുത്തശ്ശി, കേരളത്തില് പുറത്തുള്ളവരുടെ ഓണം ശരിക്കുമുള്ള ഓണമല്ലേ? Do we have a fake ഓണം? എന്താ എല്ലാരും വഹിച്ചു നിൽക്കുന്നത്? ഫേക്ക് അല്ല, ഇത് ഞാൻ തന്നെയാ, നിങ്ങളുടെ സ്വന്തം മാവേലി. എങ്ങനാ മാവേലി അമേരിക്കയിലെ? അതിനെന്താ, ഓണത്തിന് കേരളം സന്ദർശിക്കാനല്ല, ലോകത്തെവിടെയുമുള്ള എൻ്റെ പ്രജകളെ സന്ദർശിക്കാനാണ് ഞാൻ ഭൂമിയിലെത്താറുള്ളത്. ഓണം കേരളത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു ആഘോഷമല്ല. അത് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിന്റെ വികാരമാണ്. 10 ദിവസവും പൂക്കളമിടുന്നതിലോ തിരുവോണത്തിന് തന്നെ സദ്യ ഉണ്ണുന്നതിലോ അല്ല അതിൻ്റെ മഹത്വം. എത്ര ദൂരെയാണെങ്കിലും ഒരുമിച്ച് കൂടാനും സന്തോഷവും സ്നേഹവും പങ്കിടാനും നിങ്ങൾ എടുക്കുന്ന ഓരോ ചെറിയ ശ്രമങ്ങളിലൂടെയാണ് ഓണം സാർത്ഥകമാകുന്നത്. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും. ഓർക്കുക, ഓണത്തിന്റെ യഥാർത്ഥ ഐശ്വര്യം സ്വന്തം വീട്ടുമുറ്റത്തല്ല, അത് നിങ്ങളുടെ മനസ്സിലാണ്. അവിടെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഇതളുകൾ കൊണ്ട് ഒരു പൂക്കളം തീർക്കുക, അതുതന്നെയാണ്
ഓണത്തിന്റെ യഥാർത്ഥ ആത്മാവ്.